പ്രിയ സുഹൃത്തുക്കളെ, ചൈനീസ് അക്കുപങ്ചർ ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആളുകൾ ഏറ്റവും അധികം ഉന്നയിക്കാറുള്ള ഒരു സംശയം ഈ ചികിത്സാ രീതി ഏതൊക്കെ രോഗാവസ്ഥകളിൽ ഉപയോഗിക്കാം എന്നതാണ്. പത്രത്തിലൊരു വീഡിയോ വിശദമായി ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പല വീഡിയോകളുടെയും ഭാഗമായി ആനുഷംഗികമായ പല പരാമർശങ്ങൾ നടത്തുകയാണ് മുമ്പ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം കാര്യങ്ങൾ ഈ മേഖലയിൽ വിശദീകരിച്ചുകൊണ്ട് ഉള്ള ഒരു വീഡിയോ ആണിത്. എല്ലാവരും പ്രയോജനപ്പെടുത്തുമെന്നും കരുതുന്നു. ചൈനീസ് അക്കുപങ്ചർ ലോകത്തെ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഒരു വേദനാശമനി എന്ന നിലയിലാണ്. വേദനകളെ ഇല്ലാതാക്കാനുള്ള സൂചികളുടെ കഴിവ് അത്രയധികം പ്രശസ്തമാണ്. ലോകത്തിലെ ഏതൊരു വേദനാശമനിയെയും വേഗത്തിലും ഫലപ്രദമായും പ്രവർത്തിക്കുവാൻ വേണ്ടി അക്കുപങ്ചർ സൂചികൾക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാതരം വേദനകൾക്കും, ശരീരത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാതരം വേദനകൾക്കും എതിരെ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേദനകളെ കുറിച്ച് പറഞ്ഞു തന്നെ ആദ്യം തുടങ്ങാം. നമ്മുടെ ആളുകൾക്കിടയിൽ സർവ്വസാധാരണമായിട്ടുണ്ടാകുന്ന വേദനകൾ എന്ന് പറയുന്നത് ഏറ്റവും മുഖ്യമായിട്ടുള്ളത് തലവേദനയാണ്. അപ്പൊ തലവേദനയെ മിനിറ്റുകൾക്ക് ഉള്ളിൽ തന്നെ സൂചികൾ പിടിച്ചു കെട്ടും. അപ്പൊ അത് വിദഗ്ധനല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നൊരു പ്രശ്നം അവർ കിടക്കുന്നു. ഒരു വിദഗ്ധനായ അക്കുപങ്ചറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കേവലം സൂചികൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ തലവേദനയെ മിനിറ്റുകൾക്കുള്ളിൽ പിടിച്ചു കിട്ടും. അപ്പൊ സാധാരണയുണ്ടാകുന്ന തലവേദനകൾ, ടെൻഷൻ ഹെഡേക്കുകൾ, പലതരം മൈഗ്രെയിനുകൾ, അതിന്റെ വിവിധ കാരണങ്ങൾ ഉണ്ടായിത്തീരുന്ന വിവിധ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന മൈഗ്രെയിനുകൾ, സൈനസൈറ്റിസ്, ഇതിനൊക്കെയും നമുക്ക് വേദനകളെ നിയന്ത്രിക്കുവാൻ വേണ്ടി ഉപയോഗിക്കാം. അതുകൂടാതെ തുടർച്ചയായ ട്രീറ്റ്മെന്റിലൂടെ ഇവയെ സുഖപ്പെടുത്തിയെടുക്കുകയും ചെയ്യാം. ചെവി വേദന, പല്ലുവേദന, അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന നടുവേദന, പുറം വേദന, കഴുത്തുവേദന, ചുമൽ വേദന, കൈമുട്ടുവേദന, കാൽമുട്ടുവേദന, കാൽമടമ്പ് വേദനകൾ, ഇടുപ്പുവേദന, ഇടുപ്പിൽ തുടങ്ങി കാലിലേക്ക് വ്യാപിക്കുന്ന വേദന, അപ്പൊ ഇതിനൊക്കെയും ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാം. സ്ത്രീകളുടെ മെൻസ്ട്രുവൽ പെയിൻ, ഇതിനെ പിടിച്ചുകെട്ടി പോലെ നിർത്താൻ വേണ്ടി സാധിക്കുന്നത് ആണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തുമുള്ള വേദനകൾ, പിന്നെ നമുക്ക് സ്വാഭാവിക ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന അടി, ഇടി, ചതവ്, ഉളുപ്പുകൾ, ഇവയെ നേരെയാക്കുവാൻ, അവയുടെ വേദനയെ ഇല്ലാതാക്കുവാൻ ലോകമെമ്പാടും ചൈനീസ് അക്കുപങ്ചർ വളരെ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. അപ്പൊ ഇതിന്റെ വേദനാ ശമന ശേഷി അത്ര അധികം പ്രശസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പാരമ്യത്തിൽ ശസ്ത്രക്രിയാ വേളകളിൽ വേദന ഇല്ലാതാക്കുവാൻ വേണ്ടി സൂചികൾ ഉപയോഗിച്ചു വരുന്നു. അങ്ങനെ സൂചികളുടെ സഹായത്തോടുകൂടി അനസ്തീഷ്യ പ്രയോഗം നടത്തി, അതായത് അക്കുപങ്ചർ അനാൽജീസിയ എന്നാണ് അതിന് വിളിക്കുന്ന പേര്. അങ്ങനെ അക്കുപങ്ചർ അനാൽജീസിയ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് അനസ്തെറ്റിക് പ്രയോഗം നടത്താതെ സൂചികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട്
ലോകമെമ്പാടുമായി ലക്ഷക്കണക്കിന് ശസ്ത്രക്രിയകൾ ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞു. അപ്പോൾ മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത് പെയിൻലെസ് ചൈൽഡ് ബർത്ത് എന്നാണ്. അപ്പൊ സ്ത്രീകൾക്ക് പ്രസവ വേദനയെ ഇല്ലാതാക്കുവാൻ വേണ്ടി അക്യുപങ്ക്ചർ ഉപയോഗിച്ചു വരുന്നു, വേദനയെ കുറക്കുവാൻ വേണ്ടി. അപ്പൊ ഇത് ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും. കാരണം അക്യുപങ്ക്ചർ എന്ന പേരിൽ ഒരു തമിഴ്നാട് തട്ടിപ്പ് ചികിത്സ കേരളത്തെ പ്രചരിച്ചു വരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് ചില മത മൗലവികൾ അവരുടെ മന്ത്രവാദ കൂടോത്ര ചികിത്സയുടെ ഭാഗമായി ഈ തമിഴ്നാടൻ തട്ടിപ്പ് ചികിത്സ കൊണ്ടുവരികയും കാരയ്ക്കയും പച്ചവെള്ളവും ഒക്കെ കൊടുത്ത് ചികിത്സിക്കുന്ന കൂട്ടത്തിൽ വീട്ടിൽ വെച്ച് പ്രസവിക്കാൻ ആളുകളോട് ആവശ്യപ്പെടുകയും അങ്ങനെ പ്രസവം എടുക്കുവാൻ വേണ്ടി ഇവർ ചെന്ന് തയ്യാറാവുകയും ചെയ്ത് കൂട്ടമരണങ്ങൾ ഉണ്ടായിത്തീർന്നു. അപ്പൊ ഇത് അക്യുപങ്ക്ചറിന്റെ തലയിൽ വന്നു വീണു. ആ ചികിത്സ അക്യുപങ്ക്ചർ അല്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ടുള്ള നൂറുകണക്കിന് വീഡിയോകൾ ഞങ്ങൾ മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എല്ലാവരും കാണുക. അപ്പൊ നമ്മൾ ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം പ്രസവം എടുക്കാനല്ല. ചൈനീസ് അക്യുപങ്ക്ചർ ഉപയോഗിച്ചു വരുന്നത് വേദനയെ കുറക്കാൻ വേണ്ടി മാത്രമാണ്. ആ പ്രസവ വേളയിൽ വേദനയെ കുറക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ചൈനീസ് അക്യുപങ്ക്ചർ ചികിത്സാ രീതി ആണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. അപ്പോൾ ഇങ്ങനെ വിവിധ തരം വേദനാ ചികിത്സകളിൽ ശരീരത്തിന്റെ ഏത് ഭാഗത്തുള്ള വേദനയും ചികിത്സിക്കുന്നതിന് ചൈനീസ് അക്യുപങ്ക്ചർ ഉപയോഗിക്കാം. ഇനി അടുത്തതായിട്ടുള്ളത് ന്യൂറോളജിക്കലായ പ്രശ്നങ്ങൾ ആണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ന്യൂറോളജിക്കലായ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുവാൻ ചൈനീസ് അക്യുപങ്ക്ചർ ചികിത്സയോളം മികവ് ലോകത്തിന് ഒരു രീതിക്കും ഇല്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണയുള്ള തരിപ്പ്, കടച്ചൽ, കൂച്ചൽ ഇങ്ങനെയുള്ള പല പ്രതിഭാസങ്ങൾക്കും അതിനപ്പുറമുള്ള ന്യൂറോളജിക്കലായ പ്രശ്നങ്ങൾക്കും ഫലപ്രദമായി ഉപയോഗിക്കുവാൻ വേണ്ടി ചൈനീസ് അക്യുപങ്ക്ചർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അടുത്തതായി നട്ടെല്ല് സംബന്ധമായ രോഗങ്ങൾ. അപ്പൊ നട്ടെല്ല് സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പൊ അത് സ്കോളിയോസിസ് എന്ന് പറയുന്ന പ്രതിഭാസം മുതൽ നട്ടെല്ലിനുണ്ടാകുന്ന പലതരം തേയ്മാനങ്ങൾ, സ്പോണ്ടിലോസിസ്, സ്പോണ്ടിലൈറ്റിസ് എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന അവസ്ഥാന്തരങ്ങൾ, ഇവയ്ക്കൊക്കെയും ചൈനീസ് അക്യുപങ്ക്ചറിന്റെ ഫലപ്രദമായ ഒരു രീതി എന്ന നിലയിൽ ഉപയോഗിക്കാം. അതിന്റെ ഡിസ്കിനുണ്ടാകുന്ന തേയ്മാനങ്ങൾ, പൊട്ടലുകൾ, സ്ഥാനഭ്രംശങ്ങൾ ഇവയും ചികിത്സിച്ച് നേരെയാക്കുവാൻ വേണ്ടി ചൈനീസ് അക്യുപങ്ക്ചർ വളരെ വ്യാപകമായി ലോകമെമ്പാടും ഉപയോഗിച്ചു വരുന്നു. മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത് അലർജി രോഗങ്ങളാണ്. സ്കിൻ സംബന്ധമായിട്ടുള്ള വിവിധ അലർജി രോഗങ്ങൾ. അപ്പൊ അതിനൊക്കെ ഫലപ്രദമായ രീതി ഉപയോഗിക്കാം. എക്സിമ പോലുള്ള അസുഖങ്ങളെ നമുക്ക് ഈ ചികിത്സയിലൂടെ പരിചിതമായി തന്നെ മാറ്റിയെടുക്കുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. പലതരം സ്കിൻ പ്രശ്നങ്ങൾ, പലതരം ഡിസ്കളറേഷനുകൾ, തടിപ്പുകൾ, കുരുക്കൾ, ഇങ്ങനെയൊക്കെ വ്രണങ്ങൾ, ഇതിനൊക്കെയും നമുക്ക് ഫലപ്രദമായിട്ട് ചൈനീസ് അക്യുപങ്ക്ചർ സ്കിൻ സംബന്ധമായ ഒട്ടുമിക്ക രോഗത്തിനെതിരെ ഉപയോഗിക്കാം. അലർജി സംബന്ധമായ രോഗങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ ഈ അലർജി, തുമ്മൽ, കണ്ണ് ചൊറിച്ചൽ, ചെവി ചൊറിച്ചൽ, തൊണ്ടയിലുള്ള ചൊറിച്ചൽ, വിട്ടുമാറാത്ത ജലദോഷം, അവിടുന്ന് അങ്ങോട്ട് മൂക്കിനകത്ത് ദശ വളർച്ച, പിന്നെ ആസ്തമയൊക്കെയും നമുക്ക് ക്ഷമയോടുകൂടി നിങ്ങൾ ചികിത്സിക്കുകയാണ് എങ്കിൽ ഫലപ്രദമായി നമുക്ക് മാറ്റിയെടുക്കുവാൻ വേണ്ടി സാധിക്കുന്നത് കാണാം. അപ്പൊ ഇതിന് പുറമെ ജോയിന്റ് സംബന്ധമായ പല പ്രശ്നങ്ങൾ, പല ജോയിന്റുകൾക്ക് ഉണ്ടാകുന്ന തേയ്മാനം, മുട്ടു തേയ്മാനം, ഞാൻ നേരത്തെ പറഞ്ഞു, മുട്ടുവേദനയുടെ കൂട്ടത്തിൽ പറഞ്ഞു. അപ്പൊ മുട്ടു തേയ്മാനം, ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥ. അപ്പൊ അതിനുണ്ടാകുന്ന വേദനയും വീക്കവും അതിനെ ചലിപ്പിക്കാനുള്ള പ്രയാസവും
ഒക്കെ നമുക്ക് ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ കഴിയും. പല സർജറികളെയും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടത് ഒഴിവാക്കിയെടുക്കുവാൻ വേണ്ടി ചൈനീസ് അക്കുപഞ്ചർ സാധിക്കും. ഇപ്പൊ നട്ടലിന്റെ ഡിസ്ക് ശസ്ത്രക്രിയ ഒഴിവാക്കുന്നത് പോലെ തന്നെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ് കാൽമുട്ട് ശസ്ത്രക്രിയ. മറ്റൊരു ശസ്ത്രക്രിയ എന്ന് പറയുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് പറയുന്ന അവസ്ഥ ആണ്. കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് പറയുന്ന കയ്യിലും ഒക്കെയുള്ള തൈരിപ്പുകൾ ആ രൂപത്തിലാണ് വ്യത്യാസപ്പെടുന്നത്. കൈവിരലുകളും കൈപ്പത്തിയും പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ കൈത്തണ്ടയിലൊക്കെ വ്യാപിക്കുന്ന തരിപ്പുകളും ഒക്കെയായി കാണിക്കുന്ന അത് സർജറിയാണ് പലപ്പോഴും പരിഹാരമായി പറയാറുള്ളത്. നമുക്കതിനെ വളരെ ഈസി ആയിട്ട് തന്നെ സർജറി ഒഴിവാക്കിക്കൊണ്ട് ചികിത്സിച്ച് മാറ്റിയെടുക്കുവാൻ കഴിയും. മറ്റൊന്ന് ട്രിഗർ ഫിംഗർ എന്ന് പറയുന്ന അവസ്ഥയാണ്. അതും നിങ്ങൾ ക്ഷമയോടുകൂടി ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകൾക്കാണ് ചൈനീസ് അക്കുപഞ്ചർ ഫലപ്രദമാവുക. അപ്പൊ ഇന്ന് ചെയ്യുന്നത് നാളെ തന്നെ എല്ലാ അസുഖവും വളരെ വർഷം പഴക്കമുള്ളതും വളരെ തീരുമാനം സംഭവിച്ചതും വളരെ ഡാമേജ് പറ്റിയിരിക്കുന്നതുമായ അസുഖത്തിന് ഇന്ന് ചെയ്യുന്ന നാളെ തന്നെ മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പൊ അതതിന് ആവശ്യമായ സമയവും ക്ഷമയും നിങ്ങൾ കാണിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തരം കേസുകളെയെല്ലാം നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് ചൈനീസ് അക്കുപഞ്ചറിന്റെ സഹായത്തോടു കൂടി സാധിക്കുന്നത്. ഇനി മറ്റൊന്ന് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന അവസ്ഥയാണ്. അപ്പൊ ഡയബറ്റിക് ന്യൂറോപ്പതി വരികയും കാലിന് വേദനയുണ്ടാവുകയും ചുട്ടുപൊള്ളലുണ്ടാവുകയും ചില കാലാന്തരത്തിൽ സ്കിന്നിനൊക്കെ അഫക്ട് ചെയ്ത് രക്തസഞ്ചാരത്തിനെയൊക്കെ ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്ന് അങ്ങനെയൊക്കെ തന്നെ സ്കിന്നിന് ഡിസ്കളറേഷൻ, രക്തഓട്ടം കുറഞ്ഞിട്ട് കാലാന്തരത്തിൽ ഈ വിരലുകളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് നയിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥയെ ഒഴിവാക്കിയെടുക്കുവാൻ വേണ്ടി ചൈനീസ് അക്കുപങ്ക്ചർ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഫലപ്രദമായി നമുക്ക് കൈകാര്യം ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്നത് കാണാം. അപ്പൊ ഇതൊക്കെ ആളുകൾ നല്ല ക്ഷമയോടുകൂടി ഒക്കെ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഈ കാലുവിരലുകളും കാൽപ്പടവും ഒക്കെ മുറിച്ച് കളയുന്നത് ഒഴിവാക്കാം. ഈ കാലിന് ഉണങ്ങാവരണം വന്ന് വട്ടം ചുറ്റുന്ന സാഹചര്യങ്ങളിൽ ഒഴിവാക്കിയെടുക്കുവാൻ വേണ്ടി കഴിയും. ഉറക്കക്കുറവ് ചൈനീസ് അക്കുപങ്ക്ചർ ഉപയോഗിച്ചുകൊണ്ട് ഫലപ്രദമായി ചികിത്സിച്ച് ഉറക്കക്കുറവിനെയും നമുക്ക് കൈകാര്യം ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്നത് തലക്കറക്കം, അതുപോലെ തന്നെ ചെവിയിലുള്ള മൂളിച്ചകൾ ഇതിനെയും ചെയ്യാം. പിന്നെ വയറ്റിലുണ്ടാകുന്ന ഗ്യാസ് ട്രബിൾ, ദഹനക്കേട്, അങ്ങേയറ്റത്ത് പൈൽസ് പോലുള്ള അവസ്ഥകൾ, മലബന്ധം, ഇതിനൊക്കെയും ഫലപ്രദമായി ചൈനീസ് അക്കുപങ്ക്ചർ നിങ്ങൾക്ക് ഉപയോഗിച്ച് ചികിത്സ എടുക്കാവുന്നത് ആണ്. അപ്പോ ഇങ്ങനെയുള്ള നാനാതരം ഘട്ടങ്ങളിലും ചൈനീസ് അക്കുപങ്ക്ചർ നിങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കാവുന്നത് ആണ്. ചില അസുഖങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ കഴിയും. ചില അസുഖങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് പലപ്പോഴുമൊക്കെ ചികിത്സ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ചില അസുഖങ്ങൾ വളരെ അപൂർവമായിട്ട് മാത്രം നമ്മുടെ ട്രീറ്റ്മെന്റിന് പറ്റാത്ത അസുഖങ്ങൾ വേറെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചൈനീസ് അക്കുപങ്ക്ചറിനെ ഫലപ്രദമായി നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ ഈ സൂചി കുത്തി എങ്ങനെയാണ് ഈ രോഗം മാറുക എന്നൊരു തെറ്റായ ധാരണ ആളുകളെ ചൈനീസ് അക്കുപങ്ക്ചർ ചികിത്സാ രീതി സ്വീകരിക്കുന്നതിൽ നിന്നും മാറ്റി നിർത്താറുള്ളത്. അപ്പൊ നമ്മുടെ ശരീരത്തെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുക. ഇത് ഒരു ഓട്ടോമാറ്റിക് യന്ത്രമാണ്. അത് സ്വയം പ്രവർത്തിച്ചു വരികയും അതിന്റെ കേടുപാടുകളെ സ്വയം സുഖപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ ശരീരത്തിനകത്ത് ഉള്ളത്. അങ്ങനെ സ്വയം സുഖപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ സിസ്റ്റത്തിനെ നമ്മൾ ചെറിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തു കൊടുത്താൽ അത് ആ സപ്പോർട്ടിന്റെ സഹായത്തോടു കൂടി സ്വയം സുഖപ്പെടുത്തി പോവുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മുടെ സൂചികൾ ഉപയോഗിച്ച് സൂചികളല്ല നിങ്ങളുടെ അസുഖത്തെ മാറ്റുന്നത്. നിങ്ങളുടെ ശരീരമാണ്
മാറ്റുന്നത്. അപ്പൊ അതിനൊരു സപ്പോർട്ട് കൊടുക്കുക എന്നതാണ് ചൈനീസ് അക്കുപങ്ക്ചർ ചെയ്തു വരുന്നത്. അത് എവിടെ സപ്പോർട്ട് കൊടുക്കണം, അവിടെ എവിടെയൊക്കെ ചെയ്തു കൊടുത്താൽ നമുക്ക് എങ്ങനെയൊക്കെ അതിനെ സഹായകമായി പ്രവർത്തിക്കാം എന്ന് മനസ്സിലാക്കുന്നതാണ് ഇതിന്റെ പഠനം. അപ്പൊ അത് പഠിച്ച് മനസ്സിലാക്കി കഴിയുന്നതോടുകൂടി ആ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഇത്തരത്തെ രോഗത്തെ ചികിത്സിച്ചു മാറ്റുവാൻ വേണ്ടി സാധിക്കും. അപ്പൊ അത് അക്കുപങ്ക്ചർ എന്ന് പറയുന്ന സൂചികൾ നേരിട്ട് ഒരു രോഗത്തെയും മാറ്റുകയില്ല. അത് ലോകത്തെ എല്ലാ ചികിത്സാ രീതികളുടെയും സത്യം അതാണ്. നമ്മുടെ ശരീരമാണ് രോഗങ്ങളെ സുഖപ്പെടുത്തുന്നത്. അപ്പൊ അതിനോട് സപ്പോർട്ട് നമ്മൾ സൂചി കൊണ്ട് ചെയ്യുന്നു. അപ്പൊ അതിനൊരു ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി ഫലപ്രദമായി ഉപയോഗിക്കുമ്പോഴാണ് രോഗങ്ങൾ നമ്മളോട് വിട പറയുകയോ നമുക്ക് ആശ്വാസം ലഭിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ആധുനിക വൈദ്യശാസ്ത്രം എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് അക്കുപങ്ക്ചറും വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിന് നൽകപ്പെടുന്ന വ്യാഖ്യാനങ്ങൾ അത് പരമ്പരാഗതമായ ചൈനക്കാർ അന്നാട്ടിലെ തത്വദർശനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നൽകപ്പെട്ട ഒരു വിശദീകരണം ആണ്. പക്ഷെ അതിലുപയോഗിക്കുന്ന സംവിധാനങ്ങൾ ശരീരത്തിൽ മനുഷ്യൻ ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ നമ്മുടെ കൂടെ ഉള്ളതാണ്. അപ്പൊ അതിനൊരു വ്യാഖ്യാനവും വിശദീകരണവും അതിങ്ങനെ പ്രവർത്തിച്ചാൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ള ഒരു വിശദീകരണമാണ് അതിന്റെ ആചാര്യന്മാർ നൽകിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെയുള്ള ഈ സിസ്റ്റത്തെ ഉപയോഗിച്ചുകൊണ്ട് ആണ് ചൈനീസ് അക്കുപങ്ക്ചർ രോഗത്തെ ചികിത്സിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് പല രോഗങ്ങളെയും സുഖപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്ന കാര്യം നിങ്ങൾ ഇതുമായി നേരിട്ട് ബന്ധപ്പെടുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഇപ്പൊ ഞാനീ പറയുന്നത് ഏതാണ്ട് 4 ദശകത്തോളം കാലം ഒരു സ്ഥാപനത്തെ ഒരേ ജില്ലയിൽ തുടർച്ചയായി പ്രവർത്തിപ്പിച്ച് അങ്ങനെ നേടിയ അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതൊരു ആധികാരികമായ പറച്ചിൽ ആണ്. നിങ്ങളുടെ ഇടയിൽ 40ഓളം കൊല്ലം ഈ ഒരു സൂചികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തെ നടത്തി നേടിയ അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ഞാൻ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു തന്നത് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ്. താങ്ക് യു.